CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഉത്തരക്കടലാസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. CBSE വെബ്സൈറ്റ് സാങ്കേതികത കരാറിലായതിനെ തുടർന്നാണ് നടപടി. പുതുക്കിയ തീയതി പ്രകാരം ഈ മാസം 24 വരെ വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയും. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, ഈ ഒരു ദിവസം നീട്ടുന്നത് പര്യാപ്തമാണോ? മധു, CBSEയുടെ വെബ്സൈറ്റ് പണിമുടക്കാൻ തുടങ്ങിയത് ഈ പറഞ്ഞ 19-ാം തീയതി മുതലാണ്. നിരവധി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. കാരണം പലർക്കും ഈ പറഞ്ഞ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യാൻ, അതായത് ഉത്തരക്കടലാസുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട്. പലയിടത്തും ഈ പറഞ്ഞ അപ്ലോഡ് ചെയ്താൽ തന്നെ അതിന് ക്ലാരിറ്റി ഇല്ലാത്ത സാഹചര്യം. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികൾ നേരിടുന്നത്. റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകാൻ ഉള്ളത്. അവർക്ക് വലിയ പ്രതിസന്ധി, അത് ഇന്ത്യക്കകത്തും ഗൾഫിലുമൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. വെബ്സൈറ്റിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കൃത്യമായ രീതിയിൽ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇതിൽ പല കാര്യങ്ങൾ CBSE വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇന്റർനെറ്റിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ആകാം എന്നാണ് CBSE ഇതിൽ വിശദീകരണം നൽകുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഈ റീവാലുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഉത്തരക്കടലാസ് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അപ്ലോഡ് ചെയ്യാൻ സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തീയതി നീട്ടി നൽകിക്കൊണ്ട് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് CBSE ബോർഡ് എടുത്തിരിക്കുന്നത്. 24-ാം തീയതി തിങ്കളാഴ്ച വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. നേരത്തെ അത് 23-ാം തീയതി വരെയായിരുന്നു. അതിപ്പോൾ തിങ്കളാഴ്ച ഒരു ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുന്നു. മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ വീണ്ടും അത് നീട്ടി നൽകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാധു, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരപേപ്പറുകൾ അപ്ലോഡ് ചെയ്യാൻ ഒരു ദിവസം കൂടി സാവകാശം നൽകിയിരിക്കുകയാണ്. ഇടുക്കിയിൽ ലോറിയിൽ തടി കയറ്റുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു. തങ്കമണി സ്വദേശി ഷൈജു ആണ് മരിച്ചത്. കാമാക്ഷി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ലോറിയിൽ തടി കയറ്റുന്നതിനിടയിൽ വൈദ്യുത കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഈ അപകടവും സംഭവിച്ചത്?